വെൽക്കം ബാക്ക് ടു കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്. കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ ഫാമിലി റൗണ്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പല പല വിഭവങ്ങൾ കൊണ്ട് ഫാമിലി മെമ്പേഴ്സോടൊപ്പം തന്നെ നമ്മളുടെ കണ്ടസ്റ്റൻസ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല വിഭവങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ നമ്മളുടെ മത്സരം കഴിഞ്ഞിട്ടില്ല. ഇനിയും ഫാമിലി മെമ്പേഴ്സും മത്സരാർത്ഥികളും ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയുള്ള 5 മത്സരാർത്ഥികളും അവരുടെ ഫാമിലി മെമ്പേഴ്സും ചേർന്ന് തയ്യാറാക്കുന്ന വിഭവങ്ങൾ കാണുക, അതിൻ്റെ വിശേഷങ്ങൾ അറിയുക, ആസ്വദിക്കുക. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു ഡിംപിൾ ആൻഡ് ഫാമിലി. ഡിംപിളിൻ്റെ അച്ഛൻ, അമ്മ, ഡോൺ ചേട്ടൻ. അല്ല, അമ്മ ഫാമിലിയ ഫേസ് ആണ്. എല്ലാ ദിവസവും അമ്മയാണ് കൂട്ടുവരുന്നത്. ഓരോ പ്രാവശ്യം ബ്രദർ കഴിഞ്ഞതിൽ ഫ്രണ്ട്സിൻ്റെ റൗണ്ടിൽ അല്ലേ, ചാരുതയുടെ പാർട്ട്ണറായിട്ട് ഓർക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പരിചയമായി. അച്ഛനെ ഇപ്പോൾ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഓക്കെ, എന്ത് ചെയ്യുന്നു? എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരുണ്ട്, ട്രിവാൻഡ്രത്തെല്ലായിടത്തുണ്ട്. എന്താണ് ഓർണമെന്റ്സിന്റെ കണ്ടസ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രോഡക്ട്സ് അല്ലേ? പക്ഷേ 1 gram ആണോ അതോ ഗോൾഡ് കവർ? എല്ലാതും ഉണ്ട്. 1 gram ഉണ്ട്, 3 ക്വാളിറ്റി ഉണ്ട്. അത് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? ഞങ്ങൾക്ക് പിന്നെ ഓട്ടോമൊബൈൽസ് ആണ്. 25 years ആയിട്ട് ഡാഡി ആ ഫീൽഡിലാണ്. ഇപ്പോഴാണ് ചുവട് മാറിയത് അല്ലേ? ഓക്കെ. അമ്മയും അവിടെ ഇതിൽ അച്ഛൻ്റെ കൂടെ ഹൗസ് വൈഫ് ആണ്, ബിസിനസ്സിലില്ല. ആണല്ലേ? പക്ഷെ ഇത് കൂടാതെ ഡോണിന് ഗ്രാഫിക്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, ഇനി അതൊക്കെ ഓർണമെന്റൽ മേക്കിംഗ് ഉണ്ട്. 5 ഇനി കേറ്ററിംഗ് കൂടെ തുടങ്ങിയാൽ മതി. ഒരു ഓൾറൗണ്ടർ ആണ്. ഇനി ഡിംപിൾ ഇങ്ങനെ കുറെ പാചകമൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റും കൂടി ഞങ്ങള് വിടുകയാണ്. ആലോചനകളൊക്കെ വരുന്നുണ്ടോ? ഉണ്ടല്ലേ? പെൻഡിങ്ങിലാണ്. പക്ഷെ അവൾക്ക് ഇഷ്ടമായിരുന്നത് ലക്ഷ്മി മാമിന്റെ ബാക്ക് പിന്നിൽ കൂടെ ഇങ്ങനെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ അതായില്ലെങ്കിൽ കൂടി ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് ആവാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. അതായത് ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബിനിയായിട്ട് പിന്നെ നമുക്ക് പാചകത്തിന്റെ അല്ലേ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, എന്തായാലും ഇന്നിപ്പോ തൃശ്ശൂർ ശൈലിയിലുള്ള ഭക്ഷണമായിരിക്കും അല്ലേ പ്ലാൻ ചെയ്യുന്നത്? ഞങ്ങൾ തൃശ്ശൂർ കൊടുക്കുന്ന കോഴ്സ് അങ്ങനെ കൊടുക്കാമല്ലോ അല്ലേ? പിന്നെന്താ? ഐഡിയ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഫാമിലിയൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പം ഞങ്ങളിതേ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ ക്രിസ്ത്യൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ 3 പേരും. ചേട്ടൻ വഴിയെ വരും. എന്തായാലും മമ്മി ഞങ്ങളുടെ വീട്ടിലൊരു കുക്കിംഗ് എക്സ്പേർട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് ഒട്ടും ടെൻഷനില്ല. മമ്മിക്ക് കട്ട് ചെയ്ത് കൊടുക്കുക മാത്രമാണ് എൻ്റെ ജോലി. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മീൻകറിയാം. മീൻകറി ചെയ്യാൻ പോവാണ് കേട്ടോ. അത് നീ മറക്കാൻ വെക്കാം. ദേ ഇവിടെ നമ്മുടെ എന്താണ് ബീഫ് അല്ലേ? ബീഫും ഉരുളക്കിഴങ്ങും വേവിക്കാട്ടുണ്ട്. ഡാഡി ഒന്ന് ചമ്മന്തി അടിക്കും, ഒരു നല്ല ചമ്മന്തി. ഇതേ നമ്മളിവിടെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടി പോയി ഒഴിച്ചത്. മമ്മി സ്പെഷ്യൽ എന്താണ് ഫ്രൈഡ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം എണ്ണ ചൂടാക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ ഫിഷ് ആയാലും ബീഫായാലും എന്ത് സാധനം റോസ്റ്റ് ചെയ്യുമ്പോഴും വറുത്തെടുക്കുമ്പോൾ അതിൽ മുന്നോടിയായിട്ട് 2 പച്ചമുളകും കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടാൽ അത് സാധനത്തിന് ടേസ്റ്റും കൂടും. പിന്നെ വേപ്പില ഇട്ടാൽ അടി പിടിക്കില്ല. വെളിച്ചെണ്ണ ഒന്ന് തിളയ്ക്കണം. ഞാൻ തിളക്കണതിന് മുമ്പ് ഒരെണ്ണം ഇട്ടു. മീൻ നന്നാക്കിയപ്പോൾ ഒക്കെ പൊടിയുണ്ട്. ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷ കേട്ടിട്ട് ആരും ചിരിക്കുകയോ.
ഫിഷ് ഇങ്ങനെ വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റിയിട്ടേ സോസേജ് വെള്ളത്തിലിടാം. അല്ലെങ്കിൽ വേണ്ട മുളക് മാറ്റിയിട്ടിട്ടേ വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിൽ ചിക്കൻ വേവിക്കേണ്ടത്. ചിക്കൻ വേവിക്കാൻ കുറച്ച് വെള്ളം മതി മതി. ഇപ്പോൾ അടുത്തതായിട്ട് ചിക്കൻ വേവിക്കാൻ വെച്ചു. അപ്പോൾ നമുക്ക് 2 ഡിഷ് വേണം. ഇതുകൊണ്ട് ഒന്ന് നമുക്ക് തന്തൂരി പോലെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഒന്ന് നമുക്ക് എന്താ പറയുക വറുത്തിട്ട് കറി ഉണ്ടാക്കണം, പാല് പിഴിഞ്ഞ് വെക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വേവിക്കാനാണ്. വെള്ളം മതിയോ? മതിയാവും. കുക്കറിലാണ് ശരിക്കും ചെയ്താൽ വേഗം പണി കഴിയും. പക്ഷേ കുറേ ഉള്ള കാരണം ഒന്നിനും പറ്റണില്ല. നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. മാതളം തൊലിപൊടി എന്തെങ്കിലും ഒരു പണി തരാം. ഇതൊന്നും ഇത് നമ്മൾ തന്തൂരി ചിക്കന് വേണ്ടിയിട്ടാണ് ഇവിടെ മാരിനേറ്റ് ചെയ്യുന്നത്. തന്തൂരി ചിക്കന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ തൈരാണ്. അപ്പോൾ ഇത് കുറച്ച് തൈര് കൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഉപ്പിടേണ്ടി വരും. വേണ്ട, ഇതിൽ തന്നെ വറുത്ത് സ്വല്പം ഉപ്പിടാം. അത് മീൻ്റെ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മാങ്ങ, ഇത്തിരി ഉപ്പ്, ഇത് നന്നായിട്ട് ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ പിടിക്കാം. ചേച്ചി ആണെങ്കിൽ ഇപ്പം ഞരടുകയെന്ന് പറഞ്ഞു. വെളിച്ചെണ്ണ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് അതിലിതാ മല്ലിപ്പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി കുറച്ച്, മുളക് പൊടി, ഫിഷ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാലയും ഇടാം. 3-ാം പാലിൽ കൈ കഴുകാന്ന് കണക്ക്. അപ്പോൾ നമ്മളിതൊക്കെ പിടിച്ച് വെച്ചല്ലോ. 3-ാം പാലിൽ കൈ കഴുകാത്ത കണക്ക്. അപ്പോൾ ഞാൻ എൻ്റെ കൈ കഴുകാണ് 3-ാം പാലുണ്ട്. അച്ചാറിലേക്ക് അരിയാനാണ്. മതി കുറച്ച് മതി. അത് വേണം. ഞാൻ അടുപ്പത്തേക്ക്. അപ്പോൾ നമ്മളിതേ അടുപ്പ് കത്തിച്ച് ഈ 3-ാം പാൽ ഒഴിച്ച് ഇതേ നമ്മൾ വെച്ചു കിട്ടാം. കുറച്ച് വേവാകുമ്പോൾ കുറച്ച് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. ഇനി എന്താ വെക്കുന്നത്? ഇതിൽ നിന്ന് കഷ്ണങ്ങൾ എടുത്തിട്ട് നമുക്ക് വറക്കാൻ വയ്ക്കാം, റോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിലേക്ക് വേണ്ട ചിക്കൻ നമ്മളെല്ലാം മസാല ഇട്ടിട്ട് ഇതേ നമ്മൾ വേവിക്കാൻ വെച്ചു കുറച്ച് വെള്ളത്തിൽ. അത് നമ്മൾ വളർത്തും. കുറച്ച് വലിയ കഷ്ണങ്ങൾ മാത്രം പകർത്തി വെക്കാം, ബാക്കി പാലൊഴിച്ച് വയ്ക്കാൻ വയ്ക്കാം. വറക്കാനുള്ള കഷ്ണങ്ങൾ മാത്രം. ഇതങ്ങനെ മാറ്റി വെച്ച് വറുത്തിട്ട് വയ്ക്കാം, റോസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മളിനി പാലൊഴിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ ഈ വേവിച്ച് വെച്ച ചിക്കനിലേക്ക് സബോള മതി. ഇനി ഇഞ്ചി, വേപ്പില, പച്ചമുളക്, വേപ്പില ഇടുമ്പോൾ ഇതിലേക്ക് മീനിടാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടും. എല്ലാം ഇടല്ലേ മീൻ? ആ, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, സബോള. മമ്മി മഞ്ഞപ്പൊടിയൊക്കെ എടുത്തിട്ട് കേട്ടോ. നമ്മളതൊന്ന് ചെറുതാക്കിയിട്ടമ്മ. ഇത് 2-ാം പാൽ ഒഴിക്കാം കുറച്ച്. 2-ാം പാൽ ഒഴിക്കാം കേട്ടോ കുറച്ച്. 2 കുടപ്പുളി. ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ എന്താ പറയുക, ഫുഡ് വെക്കാന്ന് പറഞ്ഞത് ഒരു ഉത്സവ പ്രതീതിയാട്ടോ. ഞങ്ങൾ 4 ആളും, ചേട്ടനിപ്പോൾ നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ 4 ആളും, അല്ലെങ്കിൽ ഞങ്ങൾ 3 ആളും ഒരുമിച്ചാണ് കിച്ചണിലേക്ക് കയറുക. ഞങ്ങൾ ഫാസ്റ്റ് ഫുഡാണ്. രാവിലെ വെച്ചത് ഉച്ചയ്ക്ക് കഴിക്കില്ല, ഉച്ചയ്ക്ക് വെച്ചത് രാത്രി കഴിക്കില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക്. എന്താ പറയുക, രാത്രിയിലെ ഫുഡാണെങ്കിൽ അപ്പം തന്നെ ഒരു അരമണിക്കൂർ മുമ്പ് കുക്ക് ചെയ്തിട്ട് അപ്പം തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഫാസ്റ്റ് ഫുഡില്ലേ, അതന്നെ സെയിം മെത്തേഡാണ് ഞങ്ങളുടെ വീട്ടിൽ.
4 കൂടി ഡാഡി കട്ടിങ് ആവുമ്പോൾ ഞാൻ എന്തെങ്കിലും ചപ്പാത്തി പരത്തേ മമ്മി അപ്പം ചേട്ടൻ കൂടുതലും തിന്ന് സഹായിക്കാറാണ് പതിവ്. പക്ഷെ ഇനി എന്തായാലും ഞാൻ വെറുതെ വിടാൻ കണ്ടിട്ടില്ല. ചാരുനെല്ലാം കട്ട് ചെയ്ത് കൊടുത്തു. അപ്പം ഇനി ഞാൻ ഡാഡിയുടെ ജോലി മാറ്റി ചേട്ടനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഉള്ളൊരു ടെൻഷനാണ് 2 പേർക്കും ഉള്ളത്. അല്ലെങ്കിൽ മമ്മി മാക്സിമം എന്നെ ഡിമ്പിൾ ഡിമ്പിൾ എന്ന് വിളിക്കാൻ എന്താ പറയുക കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പൊന്നു മണി ഇനിയിപ്പോൾ നിങ്ങൾ കേട്ടിട്ട് ഇനി കളിയാക്കണ്ട, അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഷ വന്നിട്ട് മമ്മീനെ എന്താ പറയുക നിങ്ങൾ കളിയാക്കണ്ട എന്നുള്ള രീതിയിൽ ഭയങ്കര കൺട്രോൾ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തായാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. മമ്മി ഇനി ഇത് എന്താ ചെയ്യണ്ടേ? മമ്മി അതിൽ 3-ാം പാൽ ഒഴിക്കാം. ഉരുളക്കിഴങ്ങ് എവിടെയാ പറഞ്ഞു? ഒരു 2 ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഒന്ന് ഇട്ടാൽ മതി. ഇത് വേവിക്കുമ്പോൾ മതി. പാലിൽ ഇത് ഞാൻ പോർക്ക് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. കാച്ചാനുള്ള ഉള്ളി ആയിരിക്കും മോള്. അപ്പം മീൻകറി അങ്ങോട്ട് കാച്ചി വെക്കാം. കാച്ചാനുള്ള ഉള്ളി നമ്മുടെ ഫിഷ് കറി ഇവിടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ എന്താ പറയാ ഇതെന്താ മമ്മി? ഇത് ചിക്കൻ പാലൊഴിച്ചത്. അതായത് നമ്മൾ എന്താ പറയാ ഇത് മെയിനായിട്ട് ചെയ്യാൻ നമ്മൾ ഈ ചിക്കൻ കൊണ്ടുവരുമ്പോൾ 3 രീതിയിൽ മാറ്റി വയ്ക്കും. ഡിവൈഡ് ചെയ്ത് മാറ്റി വയ്ക്കും. ഒന്ന് ബോൺലെസ് പീസ്, ഒന്ന് വലിയ വലിയ നല്ല പീസുകൾ, പിന്നെ ഈ എല്ലും ഈ കഴുത്തും അങ്ങനത്തെ സാധനങ്ങൾ. അതായത് നട്ടും ബോൾട്ടും എന്നൊക്കെ പറയില്ലേ? തൃശ്ശൂര് ശരിക്കും നട്ടും ബോൾട്ട് എന്ന് പറഞ്ഞാൽ കിട്ടും. 1 കിലോ നട്ടും ബോൾട്ട് എന്ന് പറഞ്ഞ സാധനം കിട്ടും. അങ്ങനെ അത്ര ഡിമാൻഡാണ് തൃശ്ശൂര്. അപ്പൊ ഈ കോഴിയുടെ ബാക്കിയുള്ള ഈ നട്ടും ബോൾട്ടും കഴുത്തും ലിവറും കിഡ്നിയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഇത്. നമ്മൾ ഈ പാലൊഴിച്ച് വയ്ക്കുന്ന ചിക്കൻ കറി. ഇത് നമ്മുടെ മീൻകറി. ഇതായില്ല. ഇനി നമുക്ക് കാച്ചാൻ വയ്ക്കാം. തിളച്ചോട്ടെ. ഇതൊന്ന് കൂട്ടിയിട്ടേ പിന്നെ ഇതിലേക്ക് പാലൊഴിക്കാം കേട്ടോ. മുളകുപൊടി മാത്രം മതിയാ? മുളക് അത് മാത്രം മതി. അത് എനിക്ക് മമ്മിക്ക് കാച്ചനയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. എരിവുണ്ട് കേട്ടോ. അല്ല, കളറിന് വേണ്ടി കുറച്ച്. ഇത് ഓഫ് ചെയ്തരണേ. പൊന്നു ഓഫ് ചെയ്തത് ചെറുതാക്കിട്ടോ. മമ്മി കുറച്ച് പോരെ വറക്കാൻ? കാച്ചി ഒഴിക്കും. കോഴി ഇറച്ചി ഏകദേശം വെന്തു. നോക്കിയപ്പോ എങ്ങനെയുണ്ടെന്ന്. വെന്തുണ്ട്. അപ്പം അതൊന്ന് ഓഫ് ചെയ്തു. എന്തായാലും ബാക്കിയുണ്ടോ? അപ്പം നമുക്കിത് ഇനി ഇതൊന്ന് കാച്ചാം. അപ്പം അതിലേക്ക് ഡിമ്പിൾ വെളുത്തുള്ളി എവിടെ പൊന്നു? എവിടെയുണ്ട്? മതി. കാച്ചൽ പരിപാടിയാണ്. നല്ലതല്ല. നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ പാത്രങ്ങളും കത്തിയും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഇത്തിരി പരിചയക്കുറവുള്ള കാരണം അതേ പ്രശ്നം എനിക്കുണ്ട്. എൻ്റെ കിച്ചണിൽ നിന്നുണ്ടാക്കുക, എൻ്റെ എന്താ പറയുക, എൻ്റെ കത്തി, എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് വീട്ടിൽ. അതല്ലാണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഡാഡി ഞങ്ങളുടെ വീട്ടിൽ എന്താ പറയുക കട്ടിങ് എക്സ്പേർട്ടാണ്. എന്ത് കൊടുത്താലും പെട്ടെന്ന് കട്ട് ചെയ്ത് തരും. ഇപ്പം കാണുമ്പോൾ കുറച്ച് സീരിയസ് ആണെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് കയറിയാൽ ഞങ്ങൾ 4 ആളും എന്താ പറയുക ഫ്രണ്ട്സ് മാതിരിയാണ്. ഒരു ഡാഡി മോള് അല്ലെങ്കിൽ എന്താ പറയുക ഭാര്യയും ഭർത്താവും. അതിൻ്റെ ചിലർക്ക് വലിയ ബഹുമാനം കൊണ്ട് ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടാവില്ല. അതൊന്നും ഞങ്ങളുടെ അടുത്തില്ല. ഞങ്ങൾക്ക് എന്തും പരസ്പരം
ഞങ്ങൾ 4 പേർക്കും തുറന്ന് പറയാനുള്ള ഫ്രീഡം ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കാറ്റത്തെ കിളിക്കൂടുന്ന എല്ലാവരും കളിയാക്കി വിളിക്കും. ഈ പൊള്ളുന്ന പേടിക്കുന്നത് ഞാൻ സ്ഥിരം ഇൻഡക്ഷനിലും ഓവനും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് അതുകൊണ്ട് പേടിയാണ്. ഇത് അങ്ങോട്ട് ഒഴിക്കാം, അതാ നല്ലത്. കൈ പൊള്ളൂ, കൈ നിൽക്കുന്നു, ഒന്ന് മൊരിഞ്ഞോട്ടെ. അപ്പൊ നമ്മുടെ ചിക്കൻ നട്ടും ബോൾട്ടൊക്കെ വെച്ച് ഉണ്ടാക്കാൻ സൂപ്പറാണ്. വേസ്റ്റ് പീസുകൾ അതായത് മറ്റേ കിഡ്നി, ലിവർ, അങ്ങനത്തെ ബോൺ പീസസ് ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാൻ. ഞാനിപ്പോൾ ഇത് മാറ്റി വെക്കട്ടെ. ഇപ്പം നമുക്ക് അടുത്തതായിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ അമ്മാമ്മ സ്പെഷ്യലാണ്. ഡാഡിയുടെ അമ്മാമ്മ, ഡാഡിയുടെ അമ്മ, അതായത് ഞാൻ പറയുന്ന അമ്മാമ്മ ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങള് പെരുന്നാൾക്കും അവിടെ വെച്ച 4 പീസ് ചിക്കൻ എടുക്കുക, ചെറുതാക്കിയിട്ട്. നമുക്ക് ആദ്യം ബീഫ് ചെയ്താലോ? ബീഫ് ചെയ്താലോ? അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഏത് ബീഫ്? ഇത് ഏതിലേക്കുള്ളത്? വറുത്തിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് മസാല വെച്ചാൽ പിന്നെ വറുത്തിട്ടാവാം. അപ്പം എന്നാൽ വറുത്തിട്ടാവാം അല്ലേ? അറിയാണ്ട് തൃശ്ശൂർ ഭാഷ വന്നു പോവാതാ. ഞാൻ കട്ട്ലേറ്റിലേക്ക് ഇടുന്നത് വെക്കും. അല്ല, ഇത് ഓഫ് ഇട്ടുന്ന വേറെ പാൻ എടുത്ത് വെക്കുമ്പോൾ ഏതെങ്കിലും പാൻ വെച്ചോ. ആ പാൻ എടുത്തോ. തൈരുണ്ട്. അതിലേക്ക് മോള് കട്ട്ലേറ്റിലേക്കുള്ള സാധനങ്ങൾ മസാലയ്ക്ക് ഇട്ടോ. ഇതൊഴിച്ചേർത്ത് അപ്പോൾ നമ്മൾ ഞങ്ങളുടെ സ്പെഷ്യൽ ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങൾ. അപ്പോൾ ആദ്യം പാൻ ചൂടാക്കി, എണ്ണ ചൂടാക്കിയിട്ട് സവാള ഇട്ടു, സബോള കൂട്ടിയിട്ടോ. ഇഞ്ചി വേപ്പില, സബോള, ഇവിടെ ഗ്യാസിൽ ചെയ്ത് യാതൊരു പരിചയമില്ലാത്ത രണ്ടാളവിടെ നിൽക്കുന്നത്. ആണോ? ഗ്യാസിൽ ചെയ്യും. അപ്പൊ വീട്ടിൽ ചെയ്യുന്നത് ഇൻഡക്ഷനും ഓവൻ ഹീറ്ററും മറ്റേ എന്താണ് ഇവർക്ക് അതിനതല്ല. ഇവരുടെ 2 പേരുടെയും പണിയെന്ന് വെച്ചാൽ ഡോൺ ആയാലും അത് ഡിമ്പിളായില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് അറിയുള്ളൂ. സാധാരണ കുട്ടികൾ കമ്മല്, മാല, വളയൊക്കെയല്ലേ വാങ്ങിക്കൊണ്ടു. ഡിമ്പിള് പോയി കഴിഞ്ഞാൽ തന്തൂരി, പിന്നെ ഹോട്ട് പ്ലേറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കൊച്ചു എന്താ പറയാ എക്യുപ്മെന്റ്സ്. അപ്പൊ അതായത് ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടെ. അതും പിന്നെ അതല്ല, ഈ കട്ടർ, ചോപ്പർ, അങ്ങനെയുള്ള സാധനങ്ങൾ, ആധുനികമായ കാര്യങ്ങൾ. തീപ്പെട്ടിയില്ല. അതായത് അപ്പൊ കുക്കിംഗ് എളുപ്പമാക്കുന്ന പരിപാടികളൊക്കെ. അതുകൊണ്ട് ഭയങ്കര ദോഷമാണ്. അതുകൊണ്ട് എനിക്കും പേടിയാണ്. കാരണം എന്താ പറയാ, ഇൻഡക്ഷനിൽ വെക്കുന്ന കാരണം തന്നെയാണ് ഞാൻ അവളെ ഡിമ്പിളിനെ കൊണ്ട് വെപ്പിച്ച് തുടങ്ങിയത്. കാരണം കൈയും കാലൊന്നും പൊള്ളില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ പിന്നെ ആങ്ങളെ ആയാലും അതെ, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും. പിന്നെ ഇപ്പൊ ഗ്യാസിന് വില കൂടുതലല്ലേ. അതെ, ഇൻഡക്ഷനാണ്. അപ്പൊ എല്ലാവരും പറയും ഗ്യാസ് ഇലക്ട്രിക്കിന്റെ ചാർജ് കൂടുതലേന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കാരണം പെട്ടെന്ന് ചൂടാവുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ ബർണറാവുമ്പോഴേ ബുദ്ധിമുട്ട് തോന്നുന്നു അല്ലേ? പെട്ടെന്ന് പിന്നെ ചൂടിന്റെ അതെ, പിന്നെ നമ്മളുടെ അടുക്കളയിൽ നിന്നിട്ട് ചെയ്യുന്ന ഒരു വശം പറ്റുന്നുണ്ട്. മാത്രമല്ല ഇത് ഈ പരിമിതമായ സ്ഥലത്ത് നിന്നുകൊണ്ട് അല്ലേ കുറച്ച് കാര്യങ്ങൾ, അത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കും വേണം. അപ്പൊ ഡിമ്പിൾ ഇന്ന് വളരെ ഹാപ്പിയാണ്. കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്ന അമ്മയുടെ അച്ഛന്റെ സപ്പോർട്ട് അല്ലേ. ചേട്ടൻ എവിടെ മുങ്ങിയ? ചേട്ടൻ മുങ്ങി. ഡാഡി ഉള്ള കാരണം കട്ടിക്കിടെ കാര്യത്തില് ചേട്ടൻ മുങ്ങി. ഞങ്ങൾക്ക് എങ്ങനെയാ വീട്ടിലെ ഫാസ്റ്റ് ഫുഡ് പോലെ രാവിലെ രാവിലത്തെ ഫുഡ്, പിന്നെ ഉച്ചയിലത്തേക്കുള്ളത് അങ്ങനെ ചൂടായിട്ട് അല്ലേ പപ്പ ഉണ്ടാക്കി കഴിക്കണം. അപ്പൊ ഞങ്ങൾ 4 ആളും കയറും കിച്ചണിൽ ഒരുമിച്ച്. അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ടാ പോകും. കൊണ്ടുവന്നാൽ എങ്ങനെയാ വെച്ചാൽ പച്ചക്കറികൾ കൊണ്ടുവന്നാല് ഡിമ്പിളിന്റെ പണി എങ്ങനെയാ വെച്ചാൽ പൊന്നുവന്നാ വിളിക്കാൻ. എനിക്ക് അതുകൊണ്ട് ഡിമ്പിൾ പൊന്നു എങ്ങനെയാ വെച്ചാല് ഫുൾ സാധനങ്ങൾ കട്ട് ചെയ്ത് എനിക്ക് അറിയണ്ട, ഓരോ ബോക്സുകളിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പൊ എനിക്ക് ജസ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഉച്ചയാകുമ്പോ ഇടയ്ക്ക് ഇപ്പൊ മീനായാലും ഇപ്പൊ ചിക്കനായ 3 ടൈപ്പിൽ കട്ട് ചെയ്ത് വെക്കും. ബോൺലെസ്, ഞങ്ങൾ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ അത് ഡാഡി ആയാലും മക്കളായാലും ഞങ്ങൾ 4 ആളും കൂടി ഒരുമിച്ച് കയറും. അപ്പൊ ഐലൻഡ് കിച്ചനാണ്. അപ്പൊ അവിടെ നിന്ന് അപ്പൊ തന്നെ
തന്നെ ഉണ്ടാക്കാം. ശരി, അപ്പൊ കൊള്ളാം, നല്ല ഫാമിലി എല്ലാവരും കൂടി പിന്നെ എന്താ പറയാ, ലക്ഷ്മി ചേച്ചിയുടെ എത്രയോ കാലം മുമ്പുള്ള ഫാനാണ് മമ്മി. എങ്ങനെയാ വെച്ചാൽ അടുക്കളയിലെ ടിവിന്റെ അവിടെ ഒരു ഡയറി, ഒരു പാനിയില് അതിൽ ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നത് ഒന്നൊരു ക്യാബേജിന്റെ മാഗി ക്യൂബ് കൊണ്ടുള്ള ഒരു റെഡ് കളറിലുള്ള, പിന്നെ ഒരു മറ്റേ പ്രോൺസിന്റെ ട്യൂബ് വെച്ചിട്ട് വെള്ളരിക്ക സൂപ്പ്. ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ട് പിന്നെ ഹൈദരാബാദി ബിരിയാണി, അങ്ങനെ കുറച്ചൊക്കെ എന്റെ ഫേവറേറ്റ്. കംപ്ലീറ്റ് ലക്ഷ്മി ചേച്ചിയുടെ റെസിപ്പീസ് ആണ്. കാരണം അന്ന് ഇപ്പോഴല്ലേ എല്ലാ ചാനലിലും അന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഡിംപിൾ കാറ്റഗറീസ് ഒക്കെ വിട്ട് വരുമ്പോ 11 മണി സമയമായിരുന്നു. അപ്പൊ അന്ന് ഇപ്പൊ മാം വിളിക്കുന്നുണ്ട്, അന്ന് എങ്ങനെയാ വെച്ചാൽ ലക്ഷ്മി ആന്റിയുടെ അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായി തോന്നി. കാരണം ആ കൊച്ചിലെ തൊട്ട് ഇങ്ങനെ കാണാനാകാം ആശിച്ച ഒരാളുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ഞാനും ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു. നന്നായി പക്ഷേ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, കുറച്ച് ഇതിലോടുള്ള താല്പര്യം അല്ലേ ശരിക്കും. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ 1-2 വർഷമായിട്ട് ഫീൽഡിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ്. അപ്പൊ കുക്കറി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ എനിക്കും തോന്നി നല്ലൊരു ടൈമാണ്. അപ്പൊ ഇങ്ങനെ ഇത് കട്ട്ലേറ്റ്. ഇതപ്പോ ഞാൻ ബീഫ് അമ്മാമ്മയുടെ പഴയ ആൾക്കാരുടെ ഒരു ഇതാണ്, വറുത്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യും. മനസ്സിലായി. തേങ്ങാപ്പാൽ പിന്നെ എങ്ങനെയാ വെച്ചാല് തന്തൂരിയുടെ 4 പീസൊക്കെ അതെ. അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട്, 2 പീസ് വറുത്തിട്ടുണ്ട്. ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡെസേർട്ട്. വെരി ഗുഡ്. ഓക്കെ, നടക്കും. അപ്പൊ ഞാൻ ഇവിടെ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്, നട്ടും ബോൾട്ടും കൊണ്ട് ഉള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ എന്താ പറയുക, വറുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്ന ചിക്കൻ കറിയാണ്. അപ്പം അതിലിപ്പോൾ നമ്മൾ സബോള, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, തക്കാളി ഇട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഞങ്ങൾ മുളക് പൊടി എന്ന് അറിയാണ്ട് പറഞ്ഞു പോകും. എൻ്റെ കയ്യിൽ നിന്ന് മോൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി, ഇത്തിരി ചിക്കൻ മസാല. അപ്പോൾ ഈ ചിക്കൻ മസാലയിലേക്ക് നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് കോരിയിടാം. നാളികേരപ്പാൽ ഒഴിക്കണം. മല്ലിയില ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ ഇടാം. കോഴി റോസ്റ്റിൻ്റെ ഫൈനലായി. ശരിക്കും പറഞ്ഞാൽ കുറച്ച് തമ്പാൽ ഒഴിക്കും, അതായത് 1-ാം പാൽ ഒഴിക്കും. പക്ഷെ നമ്മളിപ്പോൾ മറ്റേ തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി ഒരു തമ്പാലുള്ള കറി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തോന്നണു. ഇവിടെ തുമ്മലും ചീറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ കാരണന്മാർ പറയും ഭക്ഷണം വെക്കുമ്പോൾ തുമ്മേ ചിരസി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ കറി നന്നായി എന്നാ പറയാം. ഇവിടെ ഡിംപിൾ തന്തൂരിക്കുള്ളത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ഇനി കുട്ടിക്ക് അത് അവളതിൻ്റെ അടുത്തും കൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് വാശി ചെയ്യണം. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ തൽക്കാലം ഓയിലേക്ക് അതിലാകുമ്പോൾ ഓയിലൊന്നും കൂട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട, നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽ അത് കളയും. അപ്പോൾ തൽക്കാലം നമുക്കത് അടിപിടിക്കാൻ. ഇതിലെന്താ വെച്ചാൽ ഇത് തന്തൂരി ചെയ്യാൻ പോകണം. ഇതൊക്കെ ഒരേ സാധനം തന്നെയാണ്. അപ്പം ഇതിൽ ബീഫ്, മറ്റേ ചില്ലി, റെഡ് ചില്ലി ഇതിൽ കിടക്കട്ടെ. ഇതിലേക്ക് ഡിംപിൾ തന്തൂരിയുടെ കാര്യം ചെയ്ത മമ്മി ഇത് ഇതിപ്പോൾ ചെയ്യാൻ പോണത് നമ്മൾ ബീഫ് വെച്ച് ഒരു എന്താ പറയുക, തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ കുത്തിപ്പൊടി, മിളക് കുത്തിപ്പൊടിച്ചത് അത് വെച്ചിട്ട് ഒരു കറിയാണ്. അപ്പോൾ കുറച്ച് ചോപ്പ് ചെയ്ത സവോള ഇട്ടു. അപ്പോൾ ആ സവോള നല്ലോണം വാടി കഴിയുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മസാലകളൊന്നും വേണ്ട. നമ്മൾ മസാല ഇട്ട് വേവിച്ച ബീഫാണ് അവിടെ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ
സോസേജ് എടുത്ത് വെള്ളത്തിലിടണം. അപ്പോൾ ഇതായി ഒരു 4 എടുത്തിട്ടൊന്ന് നീളനെ വറുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഈ മസാല ഇട്ടാക്കാം. ഇങ്ങനെയാണ് അങ്ങനെ അങ്ങനെ തന്നെ വറുത്തെടുക്കണം. അത് അതെ പക്ഷെ പൊട്ടിക്കണം. അത് ഇത് രണ്ടും ചിക്കനായ കാരണമാണ് ഞാനൊരു സെയിം സ്പൂൺ ഉപയോഗിക്കുന്നത്. മമ്മി പോർക്ക് മറന്ന് ഇല്ല മറന്നിട്ടില്ല. ഇത് കഴിയുമ്പോൾ നമുക്ക് വയ്ക്കാം. കഴിയുമ്പോൾ ആ ബീഫ് എടുത്ത് കഴിയുമ്പോഴേ ആ കുക്കറിൽ പോർക്ക് വയ്ക്കാം. കോഴി റെഡിയാണ്, പോർക്ക് റെഡിയല്ല, മീൻ റെഡിയാണ്. നമ്മളിത്തിരി കുത്തിപ്പൊടി ഇട്ടു. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബീഫ് ബാക്കി നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. മസാല കാണുമ്പോൾ ഭയങ്കര എരി കൂടുതലാന്നൊക്കെ തോന്നും. ഇല്ല, കാരണം വേറെ മസാല ഒന്നുമില്ല, വെറുതെ കുത്തിപ്പൊടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത ഇറച്ചി ചേർത്ത് വേവിച്ച ഇറച്ചിയാണ്. ആ ഇറച്ചി നമ്മൾ വെറുതെ സബോളയും വാട്ടി അതിൽ കുറച്ച് ഫ്രഷ് ചില്ലിയാണ്. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക, നല്ല എരിവുള്ളൊരു ഡിഷാണ്. ഇപ്പം നമ്മളിങ്ങനെ പകർത്തിയിട്ടാണ് മാറ്റി എണ്ണയിൽ നിന്ന് ഊറ്റിയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇത്ര എണ്ണ ഉണ്ടാവില്ല. ഇതെടുക്കാം. മമ്മി അത് രണ്ടോ ഇല്ലല്ലേ? അല്ല സെയിമാ. ഉറപ്പല്ലേ? നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് പച്ചമുളക് കീറിയിടുക, പിന്നെ വേപ്പില വാട്ടിയാണ് നമുക്ക് ഇടാം. വേപ്പിലിടുന്നത് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേപ്പിലിടുമ്പോൾ അടി പിടിക്കില്ല എന്നാണ് പറയുക. അപ്പം ഇതിട്ടിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. എണ്ണ തിളച്ച് വന്നപ്പോൾ നമ്മുടെ ബീഫ് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്ത് വെച്ചത് അങ്ങോട്ട് ഇടാൻ പോവാണ്. ഇതിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് വൺ ബൈ വൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് തൃശ്ശൂർക്കാരുടെ ഫേവറേറ്റ് ആണ് പോർക്ക്. അപ്പോൾ ഇത് ബീഫ് വേവിച്ച കുക്കർ തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് പോർക്ക് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്തിരി ഗരം മസാല, ഈ ചെമ്മീൻ കഴുകിയിട്ട് കൊണ്ടുപോകാം. ആ സോസ് പാനിലേക്ക് കഴുകി കൊണ്ടുപോകാം. അത് കഴുകിയിട്ട് കൊണ്ടുവന്നാൽ മതി. ഇത് നമ്മൾ പോർക്കിലേക്കുള്ള നാളികേരം വറുക്കുകയാണ്. അഞ്ചു കേട്ടിട്ടുണ്ട് തൃശ്ശൂർക്കാരുടെ വിഭവം പോർക്ക് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ മസാല ഇട്ടിട്ട് വേവിക്കും. ശരിക്ക് പോർക്കും കൂർക്കയെന്നാണ് പറയുക, എന്നാൽ കൂർക്കയും തൃശ്ശൂർക്കാരാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ കോഴിയും കുമ്പളങ്ങയും, പോർക്കും കൂർക്കയും, പശുവും കായും, അതായത് പോത്തിറച്ചിയും കായും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് തൃശ്ശൂർക്കാരുടെ വിഭവം. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ആളുണ്ടാകുമ്പോഴാണ് ഈ കഷ്ണം ഇടുന്ന പണി, കൂർക്കയൊക്കെ ഇടുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ അത് മാത്രം തൃശ്ശൂർ ഭാഷ വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വേവിച്ച് വെച്ചിട്ട്
നാളികേരം ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് വറക്കും, പുളി ഉറുമ്പ് കളർ വരണമെന്നാണ് പറയാം. എന്നിട്ട് അതങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഗരം മസാല ഇട്ട് വെച്ചിട്ട് ഈ പോർക്കിറച്ചി ഇതിലേക്ക് അങ്ങോട്ട് ഇടും. ഇട്ടിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില ഇട്ടിട്ട് കാച്ചും. പോർക്ക് അപ്പം അതാണ്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നാളികേരത്തിൽ പൊതിഞ്ഞ് ഈ പോർക്ക് ഇങ്ങനെ കറുത്ത കളറിൽ അതാണ് തൃശ്ശൂർക്കാരുടെ പോർക്കിറച്ചി. മമ്മി ഇതെന്താ ചെയ്യണ്ടേ? ഇത് മമ്മി പറഞ്ഞുതരാം. ഇതിൽ ഇപ്പം ഇത്തിരി സവോള ഇട്ടു, ഇനി ഒരു 4 കഷ്ണം തക്കാളി കുരുകുനാന്ന് അരിഞ്ഞിടുക, കുറച്ച് പച്ചമുളക് ഇടുക, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക, ഇത്തിരി ഉപ്പിടുക. എന്നിട്ട് അത് കുറച്ചേ ഉള്ളൂ. ഇനി 2 കഷ്ണം. അഞ്ചു ചേച്ചി റഷ്യൻ ഫ്രൈഡ് റൈസ് ആണോ ഉണ്ടാക്കിയത്? ഡിംപിൾ ഇതൊന്നും ഓഫ് ചെയ്ത് പിന്നെ ആ ഇത് മുരിവ് കൂടണം, പേടിയാവും. അതെ, ഒരു ടേസ്റ്റ് ചെയ്യാൻ പറയും. എന്നിട്ടാവാം. അല്ല എനിക്ക് പേടിയായിട്ടാ. എന്നിട്ടാക്കാം. അല്ല കരിയണം. എന്നിട്ട് ഇനി ഒന്ന് ഗ്യാപ്പിട്ടിട്ട് അതിൽ പറ്റില്ല കേട്ടോ. എത്ര മതിയാ മമ്മി? അങ്ങോട്ടൊന്നും തക്കാളി ഇനി വേണം? വേണ്ട, അത് മതി. തക്കാളി ഇതായി. ഇനി ഇത്തിരി മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് തുണ്ടു വറുത്തിട്ട് വേവിക്കാം. അല്ല ഇങ്ങനെ ഇങ്ങനെ ഇളക്കി 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 വേവിക്കും. തക്കാളി, മഞ്ഞപ്പൊടി, ഉപ്പ്. ആ എണ്ണ ഒഴിക്കണ? വേണ്ട വേണ്ട, വെറുതെ വെള്ളത്തിൽ. എന്നിട്ട് നാളികേരപ്പല്ല് ലാസ്റ്റ് ഒഴിക്കാനാണ്. അത് ഓഫ് ചെയ്തോ, അതും ഓഫ് ചെയ്തോ, ഇതും ഓഫ് ചെയ്തോ കേട്ടോ. ഇതും ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ. ഇനി വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി ഓൺ ചെയ്തോ. മതി 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 മതി. ഒന്നിളക്കിക്കോ, ഒന്നിളക്കിക്കോ. മമ്മി ഇത് മതിയാ? ഇത് ബീഫാണോ ചിക്കനോ എനിക്കറിയില്ല. എന്നിട്ട് സ്റ്റോക്ക് എടുത്തോ മോള്. ഒന്ന് സൈഡിൽ കൂറ്റി വെച്ചാലേ അതിൻ്റെ നെയ്യൊന്ന്. അല്ല ഇതിപ്പോ തൽക്കാലം ഇതിലേക്കാക്കാം, നമുക്കൊക്കെ വൃത്തിയിൽ പോലെ ചെയ്യാം. ഡിംപിൾ ഇതൊന്ന് കത്തിച്ചോ. റെഡിയേ? ഇതിലേക്കാക്കാം ഇപ്പൊ തൽക്കാലം. ഒന്ന് കത്തിച്ചോ. ഇതിന് മൂടിയുണ്ടോ മോളെ? ഇതിൻ്റെ മൂടിയുണ്ടോ കയ്യിൽ? ഇത് സ്റ്റോക്ക് എടുക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്ത് വെച്ചാൽ ഇത്ര മതിയല്ലേ? ഇത്ര മതി. 2 പീസും കൂടി ഇട്ടോ. ഏതിനെ? ഇല്ല അത് വാടിക്കൊണ്ടിരിക്കണുള്ളൂ. ഉപ്പ ഏതായാലും എല്ലാതും ഈ നോണാകുമ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് തൊട്ട് കൂട്ടണ്ടേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ക്യാരറ്റും ക്യാബേജും കൂടിയിട്ട് ഞാൻ വളരെ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ സബോളയും പച്ചമുളകും വെറുതെ മൂപ്പിച്ച് അതിൽ കുറച്ച് ഉപ്പും ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ടിട്ട് അത് ആവിയിൽ അങ്ങോട്ട് വെന്തോളും. അപ്പോൾ വല്ലാണ്ട് റോ ആയിട്ട് കഴിക്കണ്ട, ഒന്ന് ഹാഫ് ബോയിൽഡ് ആയിട്ട്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ മറ്റേ വെണ്ടക്കായ ഉപ്പും എണ്ണ ഇട്ടിട്ടൊന്ന് വെറുതെ വാട്ടുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഉടയാണ്ടിരിക്കാനാണ്. അത് കഴിഞ്ഞ് നമ്മൾ വെറുതെ സബോളയും ഇഞ്ചിയും വേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് ഇതതിലിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. അത്രയേ ഉള്ളൂ. വെറുതെ ഒരു കറി, ഒരു സൈഡ് ഡിഷ്, അത്രയേ ഉള്ളൂ.
സബോള, ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. ഇത്തിരി സവാളയും മമ്മി വെളിച്ചെണ്ണ ഒഴിച്ചു തരാം. നമ്മളൊന്ന് ഇളക്കി. ഇത്തിരി ഗരം മസാല ഇട്ടു. ഇല്ല. ഇളക്കി കെട്ടുമ്പളേ ഓഫ് ചെയ്യില്ല നമ്മൾ. മതിയാ മതിയാ കുറുക്കണ്ട. വേണ്ട കുറുകിയില്ലേ ഓൾറെഡി? ഇല്ലേ കുറുകിയില്ലേ? കുറുകിണ്ട നിൽക്ക് ഇതൊക്കെ പോകും. ഓഫ് ചെയ്തൊക്കെ കേട്ടോ. കാഴ്ച ഒഴിച്ചാൽ പോരെ? ആ കഴിഞ്ഞു കിട്ടാ മണി. ഇതൊന്ന് അരിച്ചൊഴിക്കണം മണി. ഒരു പാത്രത്തിൽ ഇത്തിരി കോൺഫ്ലവർ കലക്ക് കേട്ടോ. ഇതിൽ കഴിച്ച മണി. അത് ഇതിൽ കഴിക്കേ. ഇതൊക്കെ അരിയണു. ഒഴിച്ചോ. ഒരിത്തിരി കോൺഫ്ലവർ കലക്കി മണി. അത്ര മതി ധാരാളം. ഒരു സ്ട്രെയിനറിൽ ഒരു മുട്ട പൊട്ടിച്ചേരട്ടെ. സ്ട്രെയിനർ, ഇരുമ്പിൻ്റെ സ്ട്രെയിനർ വേണം കേട്ടോ ഡിംപിളെ. ഇതങ്ങോട്ട് വെച്ചോ ഡിംപിളെ. ഇനി മുട്ട. അരിപ്പയുടെ കുറച്ചൊഴിച്ചാൽ മതി. കുറഞ്ഞു പോയോ? സാറില്ല, ഒരു ബൗളിലേക്കല്ലേ വേണ്ടു. ഓഫ് ചെയ്തോ മണി. ഇത്തിരി മല്ലിയല്ലോ ഒഴിക്കും. ചൂടുവെള്ളം ഒഴിക്കണ മമ്മി. മുട്ട എങ്ങനെയാ ചൂടുവെള്ളം ഒഴിക്കുക? അല്ലെങ്കിൽ ഇത് ഒഴിച്ച് തിളപ്പിക്കണം. അടുത്തൊന്ന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ ഇവിടെ ഇതൊന്ന് ഓൺ ചെയ്ത് തന്നാൽ ക്യാരറ്റിൻ്റെ പീസ് കൂടെ തട്ടിയിടാൻ വേണമെങ്കിൽ ഒരു കളറായിട്ടിരിക്കും. കഴിഞ്ഞോട്ടോ നോക്കി. ഇത് ഓഫ് ചെയ്തോട്ടോ. ഇത്തിരി കുരുമുളക് പൊടി എടുക്കും. ഇന്നത്തെ ടാസ്ക് ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം.